എല്ലാവർക്കും ഇപ്പോൾ അങ്ങനത്തെ സീനുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് മറ്റേ ആലപ്പുഴ ഉള്ള പരിപാടി ഒഴിവാക്കാം. എന്നിട്ട് നമുക്ക് ഊട്ടീനെ പിടിച്ചാലോ എന്നാൽ. ഹലോ ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ ഫാമിലി ട്രിപ്പിലോട്ട് സ്വാഗതം. ഈ ഇരിക്കുന്നതാണ് നമ്മളെ ടൂർ കോർഡിനേറ്റർ. 2024 മുതൽ ഇക്കാക്കിടുന്ന എഫേർട്ട് കാരനാണ് 2025 നമ്മൾ ഈ ട്രിപ്പ് പോകണം. ഈ ഇരിക്കുന്ന മൊത്തം നമ്മളെ ഫാമിലി മെമ്പേഴ്സ് ആണ്. പക്ഷെ ഇതിൽ എല്ലാവരും ഇല്ല, കുറച്ച് പേരൊക്കെ പുറത്താണ്. ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്ന അളിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ ടൂർ കോർഡിനേറ്റർ ഈ പറഞ്ഞ പോലെ ആവണം. അതൊക്കെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. പിന്നെ അങ്ങോട്ട് ഏത് മൂഡ് പൊളി മൂഡ് എന്ന് പറഞ്ഞിട്ട് ഒരു തുള്ളാൻ ഇറങ്ങി. കുറച്ച് വളവും തിരുവും ബോർഡറൊക്കെ കിടന്നിട്ട് നമ്മൾ ഓരോരോ ചായയും കടിയും കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ആടുന്നൊരു ചായം പാമ്പരും പിന്നെ കിൻഡർ ജോയിന്റ് ഈ ഒരു ഡ്യൂപ്പും കിട്ടി. ഇതാണ് ഈ കടയിലെ കാക്ക ഫ്രം മലപ്പുറം. അങ്ങനെ ചായയൊക്കെ കുടിച്ച് മൂപ്പരോട് ബായ് പറഞ്ഞിട്ട് നമ്മളെ ട്രിപ്പ് ഓടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ടായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ തന്നെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ കയറാന്ന് വിചാരിച്ചു. അവിടുന്ന് ഓരോ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അതിന്റെ ഉള്ളിൽ കയറി. ചെറിയ മുന്നോട്ടായിരുന്നു. ഞാൻ പിന്നെ ബേക്കോട്ട് പോയി. എന്തിനാന്നല്ലേ, നമ്മളൊരു ചെറിയ മോം ടു ബി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ട കേക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പിന്നെ കയറി പോകുന്നത്. ഒരു സർപ്രൈസ് പാർട്ടി ആക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊരിക്കലും സർപ്രൈസ് പാർട്ടി ആവില്ല എന്നുള്ളത് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാനും. അതിന്റെ മണ്ടേ പോയി നല്ലൊരു പ്ലേസ് സെറ്റാക്കി ബലൂണൊക്കെ ഉറപ്പിച്ച് ഞങ്ങൾ മൊത്തത്തിൽ അങ്ങോട്ട് സെറ്റാക്കി. അപ്പോൾ നമ്മൾ ഷാനുവിന്റെ ആദ്യത്തെ ഡെലിവറിക്ക് ഇങ്ങനത്തെ പരിപാടി ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് രണ്ടാമത്തേനെങ്കിലും കൊടുക്കാനായി. അങ്ങനെ പിന്നെ ഓളെ വിളിക്കുന്ന ചടങ്ങായി. ഓളെ പിന്നെ കണ്ട മമ്മൂട്ടിയെ അങ്ങോട്ട് മാറിക്ക് ഒന്നും അറിയാത്ത പോലെ. അപ്പോൾ സ്ഥലത്തിന്റെ ഒരു പരിമിതി കൊണ്ടും പിന്നെ വ്യക്തമായ ഒരു പ്ലാനിങ്ങിന്റെ കുറവുള്ളത് കൊണ്ടും ഞങ്ങളൊരു തട്ടിക്കൂട്ട് പരിപാടിയാണ് പ്ലാൻ ചെയ്തത്. എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ പരിപാടിയായിരുന്നു. ഇങ്ങനെയൊന്നും അല്ലടാ, ഇത് നമുക്കിന്ന് പോണ്ടേ. പിന്നെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്ത് പാട്ടാ പാടണ്ടേന്ന് ആർക്കറിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും കൈയടിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ പാടിയിട്ടുണ്ട്. കേക്ക് കഴിച്ചിട്ട് നമ്മളതിന്റെ മേലോട്ടേക്ക് പിന്നെ വലിഞ്ഞേറാൻ തുടങ്ങി. അവനോടൊന്ന് പോസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ എനിക്ക് മോന്തോണ്ട് പോസ് ചെയ്യാൻ വേണ്ടി പറ്റൂല അത്രേ. എന്റെ മേലത്തെ കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അതൊക്കെ കണ്ടിട്ട് നമ്മൾ പിന്നെയും താഴേക്ക് ഇറങ്ങി. അപ്പോഴാണ് വേറൊരു കാര്യം ഉണ്ടായത്. അതിന്റെ മേലെ കയറുമ്പോൾ തന്നെ ഷാനുവിന്റെ ചെരുപ്പ് പൊട്ടിയിട്ട് സ്നേഹനിധിയായ അളിയന്റെ ചെരുപ്പ് ഊരി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ചു വരുന്ന വഴി കല്ലും മുള്ളും നിറഞ്ഞതായതുകൊണ്ട് ഞാൻ എന്റെ സ്നേഹമുള്ള മനസ്സുകൊണ്ട് അളിയനോട് പറഞ്ഞു, അളിയ അവിടെ 2 ചെരുപ്പ് ആരോ ഉപേക്ഷിച്ചിട്ടുണ്ട്, അതെടുത്തിട്ടോന്ന്. അളിയന് പിന്നെ അങ്ങനെ വലിയ ഉളുപ്പുമാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അതെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ ക്യാമറ കണ്ണുകൾ അത് ഒപ്പിയെടുക്കാൻ വേണ്ടി പോയപ്പോൾ അളിയന് ചെറിയൊരു നാണം എവിടുന്നോ കയറി വന്നു, അതെടുത്ത് അങ്ങോട്ട് ഇളഞ്ഞു. അങ്ങനെ ആടുന്ന് പോകുന്ന നമ്മൾ വണ്ടി കയറി കുറച്ചുകൂടി മുന്നോട്ട് പോയി നല്ലൊരു പ്ലേസ് സെറ്റാക്കി അവിടെ ഇറങ്ങി ചായ അടിക്കാൻ വേണ്ടിയിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറെ കടിയും കറിയൊക്കെ ഉണ്ടായി. എന്താണെന്നറിയില്ല, ഞങ്ങൾ വണ്ടിയിൽ നിന്ന് എപ്പോൾ പുറത്തിറങ്ങുന്ന അപ്പം മഴയേക്കും, ഞങ്ങളിപ്പോൾ വണ്ടി കയറുന്ന അപ്പം മഴ നിൽക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ചായ പിടിച്ച് കഴിയുന്ന വരെ മഴയേനു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടി കയറി മൂത്തിന്റെ ഒക്കെ ഓരോരോ നെയ്യപ്പം കഴിച്ച് കുറച്ചുകൂടി എനർജി ആയിട്ട് ഞാനും അളിയനും തട്ടിലോട്ട് ഇറങ്ങി. പിന്നെ കുറച്ച് നേരം കഴിച്ച് ദോശേന്റെ ഒക്കെ പവർ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ കിടന്ന് തുള്ളി. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. ബോട്ട് കയറാനേനു പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ 3 ബോട്ടും ബുക്ക് ചെയ്ത് ഞങ്ങളൊക്കെ ഈ ഓപ്പൺ ബോട്ട് കയറി. ഞങ്ങൾ അഹങ്കാരത്തിനേൽ കയറി പോയതാണ്. ഫുള്ള് മഴ നഞ്ഞ് പിണ്ടിയായിട്ടാണ് പിന്നെ ഇന്ന് പുറത്തിറങ്ങുന്നത്. ഈ കാണുന്ന വലിയ ബോട്ടിലുള്ളത് നമ്മളെ ടീമാണ്. ഇതേപോലത്തെ ഒരു ബോട്ടും കൂടി ഉണ്ട്, അത് കുറച്ച് ബേക്കിലാണ്. ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തണുപ്പ് മാറാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത്. ഇതാണ് എന്റെ മൂത്തു, ഇതാണ് ഐശു ആപ്പേ. ഐശു ആണെങ്കിൽ ഒരു സമാധാനത്തിന്റെ വിളരിപ്രാവാണ്. അതോടെ എപ്പോൾ ചിരിക്കാൻ പറഞ്ഞാൽ അപ്പൊ പീസ് കാണിക്കും. ഇതിന്റെ മൂത്താപ്പ, ഇതാണ് എന്റെ അനൂഫിനും. ഇന്നത്തെ കോസ്റ്റ്യൂമിൽ ഇവർക്ക് വലിയൊരു പങ്കുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങി മുന്നോട്ട് എടുക്കുമ്പോഴാണ് നമ്മൾ ഈ ഡാം കണ്ടത്. ഡാം കാണാത്ത കളിയിന് പിന്നെ കുറച്ച് നേരത്തേക്ക്. ഇതാണ് നമ്മളെ ട്രിപ്പിന്റെ സെക്കൻഡ് കോർഡിനേറ്റർ, നമ്മളെയൊക്കെ മൂത്തേക്കാക്ക. ലാസ്റ്റ് വരെ ഈ ട്രിപ്പ് ആലപ്പുഴയ്ക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കളിയും കാക്ക കളിച്ചിട്ടുണ്ട്. അവിടുന്ന് പിന്നെ നമ്മൾ വീണ്ടും വണ്ടി കയറി. നമ്മളേറെ പോയത് ടോയ് ട്രെയിൻ കാണാൻ വേണ്ടിയിട്ടാണ്. ഓൺലൈൻ നോക്കിയിട്ട് ടിക്കറ്റ് ഒന്നുമില്ല. എന്തായാലും പോയതല്ലേ, വെറുതെ ഒന്ന് പോയി ചോദിച്ചു നോക്കിയപ്പോൾ അവിടെയും ടിക്കറ്റ് ഇല്ല. എന്തായാലും 2 മണിക്ക് ട്രെയിൻ വരും, അത് കണ്ടിട്ട് പോകാനായി. 1:15 നമ്മൾ അവിടെ എത്തിക്കണേ. 2 മണി വരെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മളവിടെ ചുറ്റിപ്പറ്റിന്ന്. ഇതിന്റെ ഇടയ്ക്ക് പൊട്ടം പോയിട്ട് ചാണകത്തിലും ചൂട്ടി. 2 മണിയായി ട്രെയിനും വന്ന് അതും കണ്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. 2 മണി അങ്ങോട്ട് കഴിഞ്ഞിട്ടാണോ അറിയില്ല, എല്ലാവരെയും പള്ളേ കിടന്നിട്ട് കോഴി പോകാൻ തുടങ്ങിയിരിക്കുന്നു വിശന്നിട്ട്. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ആ കടയിൽ കയറുമ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നത്. നേരത്തെ ഐശുവിന് എടുത്തേ കൊണ്ട് ഇവിടെ ഒരാളിനോട് തെറ്റിക്കണേ. പിന്നെ കോടതി ഇടപെട്ടിട്ട് ആ പ്രശ്നമൊക്കെ അങ്ങോട്ട് പരിഹരിച്ചെന്ന്. എവിടെയോ എന്തോ ഒരു തകരാറ്. നമ്മളെല്ലാരും കയറിയിട്ട് ഓരോരോ സീറ്റ് പിടിച്ചിരുന്നത്. അവിടെയാണെങ്കിൽ ആകെ കഴിക്കാനുള്ള ചോറ്, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ഇത് മാത്രം. ഓർന്ന് കൂട്ടാൻ തരുന്ന കറിയിലൊക്കെ മല്ലിച്ചപ്പിടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഫ്രൈഡ് റൈസ് മതി എന്ന് പറഞ്ഞു. ഇത് തിന്നു തുടങ്ങിയപ്പോഴാണ് ഞാൻ ആലോചിച്ച ചോറേറ്റും കുറച്ചുകൂടി പെട്ടെന്ന്. അപ്പോഴാണ് ചോറ് കഴിച്ചവർ പറയുന്നത് ഈനും നല്ല ഉച്ചക്ക് പട്ടിണി ഇരിക്കുന്നതിനൊന്ന്. അപ്പൊ ഒരു ആശ്വാസം. അവിടുന്ന് പുറത്തിറങ്ങിയപ്പോ പാച്ചുകാക്കനോട് പറഞ്ഞു കാക്കനെ കാണാൻ കിലുക്കത്തിലെ മോഹൻലാലിനെ പോലെ ഉണ്ട്. എന്നാ പിന്നെ 2 മിനിറ്റ് അതിന്റെ പൊലിവ് കാണിക്കാലോ വിചാരിച്ച്. പെണ്ണിനെ കൊണ്ട് ഇത് എന്തൊരു കഷ്ടം. ഞാനിപ്പോ ഏതൊക്കെ വിടില്ല പൊക്ക. ഞാൻ എവിടെ നിന്നാലും ഓള് ക്യാമറ ഇട്ട് വിടും. ഇന്നോളെ മൈൻഡ് ആക്കാണ്ട് നിക്കാ വിചാരിച്ച് ഇതിന്റെ മുമ്പിലേക്ക് വിടും. വണ്ടി കയറിയിട്ട് നമ്മൾ ഉച്ചഭക്ഷണത്തിന്റെ ബില്ലൊന്ന് നോക്കി. കോർഡിനേറ്റർ എന്ന നിലയിൽ സങ്കടം കൊണ്ടാണോ എന്നറിയില്ല, ഇക്കാക്കൊക്കെ പറയാൻ വാക്കുകളൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ പിടിച്ച് അവിടെ എത്തിയപ്പോഴോ നമ്മളെ വണ്ടിയിട്ട് മേലോട്ട് പോലെ നമ്മൾ ഓരോ വണ്ടിയിൽ പോകണം അത്രേ. കുട്ടികളടക്കം 29-30 ആൾക്കാരടുത്തുള്ള ഞങ്ങൾ ഒരു 20 ആൾക്കാരെ പൈസയില് 2 വണ്ടി ഡീൽ ഉറപ്പിച്ച് കണക്കനുസരിച്ച് ഒരു 3-3.5 കിലോമീറ്റർ നമ്മൾ ഓരോ വണ്ടിയിൽ സഞ്ചരിച്ച് അങ്ങനെ അതിന്റെ വണ്ടിയിലെത്തി. അവിടെ
അവിടുന്ന് കുറച്ചു നേരം നടന്നപ്പോൾ ഊട്ടിയിൽ വന്നിട്ട് ഏറ്റവും തണുപ്പുള്ള സ്ഥലം ഇതാണ് തോന്നുന്നു. ഒരു കാര്യമില്ലാതെ അതിന്റെ ഉള്ളിൽ പോയി അവിടുത്തെ ഒരു കൂമ്പാരത്തിൽ കയറി ഊട്ടി ടൗണിന്റെ ഒരു ഭാഗമൊക്കെ കണ്ട് പിന്നെ 2 നെറ്റ് പോലിട്ട് മറച്ചതിന്റെ ഉള്ളിൽ കൂടെ കുറേ മുന്നോട്ടേക്ക് നടന്ന് അങ്ങോട്ടേക്ക് നടക്കുന്തോറും അവിടുന്ന് കാറ്റും തണുപ്പും കൂടിക്കൂടി വന്ന് നമ്മൾ ഈ ഊട്ടിയിൽ വന്നിട്ട് ഏറ്റവും തണുപ്പുള്ള സ്ഥലം ഇതേനു. അവിടുത്തെ ഇപ്പൊ ഞാൻ ക്യാരറ്റ് വെക്കുന്ന ഒരു ചേച്ചീനെ കണ്ടു. നമ്മൾ പിന്നെ ഏതൊരു സ്ഥലത്ത് പോയാലും അത്യാവശ്യം ടൈമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യും കേട്ടോ. അങ്ങനെ കുറച്ചു നേരം അവിടെയൊക്കെ നിന്നിട്ട് പിന്നെ നമ്മൾ ഓരോ ചായയും ഐസ്ക്രീമും ഒക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ വണ്ടിയിൽ തന്നെ കയറിയിട്ട് താഴെത്തി. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ടീ ഫാക്ടറിയിലോട്ടേക്ക് പോയി. ആണെങ്കിൽ ഒടുക്കമലായിട്ടില്ല ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ 116 സ്റ്റെപ്പ് ഒക്കെ കയറിയിട്ട് നമ്മളതിന്റെ ഉള്ളിലെത്തി. ചായ ലവേഴ്സ് ഒക്കെ തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കണം. ഒരു ചായപ്പൊടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതിന്റെ A to Z കാര്യങ്ങൾ ഇവിടെ നമുക്ക് നേരിട്ട് കാണാം. കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ചേച്ചി തേയില വാരിയിടുന്നായിരിക്കും നമ്മൾ കാണുന്നത്. ഇവിടുന്ന് ഒരു കുറച്ച് സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങുമ്പോഴത്തേനും ആ തേയില ചതഞ്ഞരഞ്ഞ് വേറെ കുറെ മെഷീൻ വഴി കയറി ഇറങ്ങിയിട്ട് ഒരു ടാർ ഒരുക്കുന്ന വലിയ സുന ആപ്ലിക്കേഷനിലൂടെ പൊടിഞ്ഞു വരുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ചായപ്പൊടിന്റെ ഫസ്റ്റ് സ്റ്റേജ്. അവിടുന്ന് പിന്നെ അത് വേറെ ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിച്ചിട്ട് വേറെ 2 മെഷീൻ വഴി ഇറങ്ങിയിട്ട് പാക്കറ്റ് ആയിട്ട് വരും. സത്യം പറഞ്ഞാൽ എനിക്കിന്ന് മനസ്സിലായത് എന്താണെന്ന് വെച്ചാല് തേയില വാരിയിടുന്ന ചേച്ചിക്കും ഈ പാക്കറ്റ് അവിടെ നിന്ന് പേർക്ക് ഇപ്പുറത്ത് കിട്ടുന്ന ചേട്ടനും മാത്രമേ ഇവിടെ ജോലിയുള്ളൂ. ബാക്കിയൊക്കെ മെഷീനാണ് ചെയ്യുന്നത്. അതത്രയും കണ്ട് അവിടെ ഇറങ്ങുമ്പോൾ ഓരോ നമുക്കൊരു ഗ്ലാസ് ഫ്രീ ചായ തരും. ചായ എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി ചായ. പക്ഷെ ഈ ചായ ഒരു ഫ്രീ ആയിട്ട് തരുന്നതിന്റെ ലക്ഷ്യം എന്താന്ന് വെച്ചാല് ഈ ചായ കുടിക്കുന്നവര് കുറച്ചു പേർക്കൊക്കെ അത് ഇഷ്ടപ്പെടും. അപ്പൊ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ആ ചായപ്പൊടി വാങ്ങും. ഒരു 10 ൽ 2 പേർക്ക് വാങ്ങുമല്ലോ. ഇവിടുന്ന് നേരെ പുറത്തിറങ്ങുമ്പോൾ വിൽക്കുന്ന മൊത്തം ചായപ്പൊടിയാണ്. നമ്മൾ 7 ഫാമിലി പോയാലും 3 ഫാമിലി ചായപ്പൊടി വാങ്ങിയിട്ടുണ്ട്. അതാണ് ഓരോ സ്ട്രാറ്റജി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ കയറുന്നത് ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ടേക്കാണ്. ഇപ്പുറത്തുനിന്ന് ചായ വെറുതെ തന്ന പോലെ ഇപ്പുറത്തുനിന്ന് ചോക്ലേറ്റ് തരുമല്ലോ വിചാരിച്ച് കയറിയപ്പോൾ തന്നെ നമുക്ക് 3 ഉണ്ട ചോക്ലേറ്റ് വെറുതെ തന്നെ വെച്ചിട്ട് നമ്മൾ അവിടുന്ന് ചോക്ലേറ്റ് വാങ്ങുന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ നമ്മൾ ഒരിക്കലും വാങ്ങില്ല. കാരണം ചോക്ലേറ്റിനൊക്കെ അമ്മാതിരി വിലയാണ്. പൊന്നിന്റെ വിലയാണ് ഓരോ ഗ്രാം ചോക്ലേറ്റിന് ഇട്ട് വെച്ചിരിക്കുന്നത്. അവിടുന്ന് അതൊക്കെ കണ്ടും കേട്ടും പുറത്തിറങ്ങിയിട്ട് ഞാൻ നിന്ന് ആലോചിച്ചു എന്തിനായിരിക്കും ഇവർ ഇത് ഇത്ര ഹൈറ്റിൽ കൊണ്ടുവച്ചതെന്ന്. അപ്പോഴാണ് ഞാൻ മോഹൻലാൽ പണ്ട് പറഞ്ഞ കാര്യം ആലോചിച്ചേ. ഉയരം കൂടുന്തോറും ചായക്ക് സ്വാദ് കൂടും. അതോടെ കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേനും നമ്മളെ ട്രിപ്പ് അതിന്റെ അവസാനത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ കോളേജ് ട്രിപ്പിന്റെ ലാസ്റ്റ് ഉണ്ടാവില്ല ഒരു പർച്ചേസിംഗിനുള്ള സമയം തരില്ല. അതിന് പിന്നെ ഇവിടെ ഊട്ടിയിലെ ലോക്കൽ സ്ട്രീറ്റ് പർച്ചേസിംഗ്. അപ്പൊ ആണെങ്കിൽ നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തലയിൽ കൂടെ ഒരു ഷാളും പൊതിച്ചിട്ട് എല്ലാ കടയിലും കയറി ഇറങ്ങി. അവിടെ നമുക്ക് പ്രത്യേകിച്ച് വാങ്ങാനൊന്നും ഇല്ലല്ലോ. ജാക്കറ്റും ചോക്ലേറ്റ്സും ഒക്കെ തന്നെ അധികം ഉള്ളൂ. ആരൊക്കെ എന്തൊക്കെയോ വാങ്ങി. പിന്നെ എനിക്കാണെങ്കിൽ വള്ളി മേക്കുമ്പോ ചെവി പൊന്തുന്ന ഒരു പാവേട്ടനും വാങ്ങി തന്നു. പിന്നെ നമ്മള് നേരെ വണ്ടി കയറിയിട്ട് ഗൂഡല്ലൂരിൽ നിന്നാണ് പിന്നെ ഇറങ്ങുന്നത് രാത്രിക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി. അവിടുന്ന് ഡിന്നറും കൂടി കഴിച്ചിട്ട് നമ്മളെ ട്രിപ്പ് അവസാനിപ്പിച്ചു. 1.5 കൊല്ലം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു പ്ലാൻ ഒരൊറ്റ ഡേയിൽ തീർന്നു. കൂട്ടത്തിൽ ഒരു പൂർണ്ണ ഗർഭിണി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത് നമ്മളൊരു 1 ഡേ ട്രിപ്പ് ആക്കി മാറ്റിയത്. ഇനി ഇൻഷാല്ലാ നമ്മളൊരു അടിപൊളി ട്രിപ്പും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഓക്കെ ബൈ.